Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 192 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത്. യെസ്, 23,674.85 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു മൊമെൻ്റമാണ് നമുക്ക് കാണുന്നത്. നമുക്ക് പുട്ട് ഓപ്ഷൻ എൻട്രി നോക്കാം. 23,200 പുട്ട് ഓപ്ഷൻ. $150 ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. 23,300. ഒരു മൊമെൻറ്റം വരുന്നുണ്ട്. 23,500 ലെവലിലാണ് നെക്സ്റ്റ് സപ്പോർട്ട് ഉള്ളത്. $23,100 ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടോട്ടൽ 4 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു നെക്സ്റ്റ് 1 മിനിറ്റിൽ നെക്സ്റ്റ് 5 മിനിറ്റ്സിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് സപ്പോർട്ട് ആയിട്ടുണ്ട്. 24,540 ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അറൗണ്ട് കോസ്റ്റിൽ തന്നെയുണ്ട് നമ്മുടെ പൊസിഷൻസ്. ഓക്കെ, ഒരു ബ്രേക്കൗട്ട് കൂടി
വരുമെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് 5 മിനിറ്റ്സിലൊരു ലോവർ ലോ സ്പോട്ടിൽ വരുവാണെങ്കിൽ നല്ല പ്രോഫിറ്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. $23,500 താഴേക്ക് വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി 4 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സ് ആണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ ഒരു പൊസിഷൻ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് കോസ്റ്റിൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 പൊസിഷനിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ. യെസ്, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വന്നു. ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസിങ് വളരെ സ്ട്രോങ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഈ ഒരു ഡേ ഹൈ ലെവൽ ഒന്ന് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. പുൾ ബാക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാം. പക്ഷേ ആസ് ഓഫ് നൗ കുറച്ച് റിസ്കി പൊസിഷനിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ ലോസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു 3,000-4,000 ലോസിലേക്ക് വന്നു കഴിഞ്ഞു ഓൾറെഡി. പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഓൾറെഡി 4 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ പുൾ ബാക്കാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബ്രേക്ക് ഔട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഒരു 3,500 ലോസിൽ നിന്നും 1,500 വന്നിട്ടുണ്ട്. ബട്ട് നമ്മുടെ പൊസിഷൻ സേഫായിട്ടില്ല, റിസ്കി പൊസിഷൻ തന്നെയാണ്. ആവറേജ് പ്രൈസ് 155 ആണ്. 23,200 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. ഡേ ഹൈ വന്നിട്ടുള്ള 166 ആണ്. കുറച്ച് റിസ്കിയാണ് ഈ ഒരു പൊസിഷൻ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതാണെങ്കിലും മറ്റൊരു മാർക്കറ്റ് കണ്ടീഷനാണെങ്കിലും. അതുകൊണ്ട് ഇനി അഡീഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഓൾറെഡി 2 ലോട്ട്സ് 23,200-ലും 23,100-ലും 2 ലോട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക് ഓൾറെഡി കുറച്ച് ഹൈ ആണ്. ഇനിയുള്ള അഡീഷൻ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. യെസ്, നമുക്കൊരു ബൈയിങ് പ്രഷർ പുട്ട് ഓപ്ഷനിൽ കാണുന്നുണ്ട്. ബട്ട് ആഡ് ചെയ്ത് ആവറേജ് പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ നോക്കിയാലും കുറച്ച് റിസ്ക് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് റൈഡ് ചെയ്യാം. ഇപ്പോൾ അറൗണ്ട് കോസ്റ്റിലാണ് ഫസ്റ്റ് എടുത്ത എൻട്രി ഉള്ളത്. 155 ആണ്. ഓൾമോസ്റ്റ് 153 വന്നിട്ടുണ്ട്. പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓൾറെഡി ഒരു പുൾ ബാക്കിന് ശേഷം ഒരു ബൈയിങ് പ്രഷർ പുട്ട് ഓപ്ഷനിൽ കാണാം. അതുപോലെ തന്നെ സ്പോട്ടിലാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറുണ്ട്. സ്പോട്ട് ചാർട്ട് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഒരു ഇൻസൈഡ് പവർ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്ലോസിങ്ങിന് ശേഷം വരുന്ന ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം കിട്ടും. ഇൻസൈഡ് ബാർ ആണെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് മാർക്കറ്റ്. നമുക്ക് വേണ്ടത് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ കോസ്റ്റ് എത്തിയിട്ടുണ്ട് 155. നമുക്ക് 166 ആണ് ഡേ ഹൈ. അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് ആസ് ഓഫ് നൗ. ഇപ്പോൾ നമ്മളൊരു ഈ ഒരു ട്രേഡിൽ ട്രാപ്പായ പോലെയാണ് ഇപ്പോൾ ഉള്ളത്.
ഇതിൽ വരുന്ന ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. വാട്ട് എവർ ലോസ്, ഈ ട്രേഡിൽ വരുന്ന ലോസ് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും ഓഫ് കോഴ്സ് എന്തായാലും. മാർക്കറ്റ് സപ്പോർട്ട് ലെവൽ റീച്ച് ചെയ്തിട്ടില്ല. സപ്പോർട്ട് ലെവൽ തൊട്ട് മുമ്പ് നിന്നാണ് റിവേഴ്സൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ച് ക്രിട്ടിക്കലായിരിക്കും ഈ ഒരു ട്രേഡ്. ഇനിയുള്ള അഡീഷൻ നമുക്ക് എവിടെ നിന്ന് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് 4000 റുപ്പീസിൻ്റെ ലോസറാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ നമ്മുടെ പൊസിഷൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3000 ലോസിലാണ്. 5500 വരെ ലോസിലേക്ക് പോയി. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു പുൾ ബാക്കിന് ശേഷം ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ലോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനധികം ആഡ് ചെയ്തിട്ടില്ല, റിസ്ക് കൂടുതലാവേണ്ട എന്നുള്ളൊരു പോയിന്റിൽ ഞാനിത് കൂടുതൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ 2.5-3,000 ലോസാണുള്ളത്. ഇപ്പോൾ റിവേഴ്സൽ സൈൻസ് മാർക്കറ്റ് അവോയ്ഡ് ചെയ്ത് ഇപ്പോൾ റിവേഴ്സൽ സൈനുണ്ട്, സ്പോട്ട് ലെവലിലൊരു റിക്കവറി ഉണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഡേ ലോ ഒന്ന് റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതിനാണ് ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അറൗണ്ട് 2,000-3,000 ലോസിൻ്റെ 2,500-3,000 ലോസ് ഉണ്ട് നമുക്ക് കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആവറേജ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, ആവറേജ് പ്രൈസ് താഴേക്ക് കൊണ്ടുവരാം. പക്ഷേ നമ്മൾ അതിനനുസരിച്ചുള്ള റിസ്ക് നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ആഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു 20 പോയിൻറ്റ്സിൻ്റെ ഒരു അപ്പ് മൂവ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ 3,500 ലോസാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഗെയിൻ നമ്മുടെ ലോസ് 2,000 താഴെ വന്നിട്ടുണ്ട്. 1,500 ഗുഡ് മൊമെൻറ്റം വരുന്നുണ്ട്. സ്പോട്ട് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഡേ ലോയിലേക്കൊരു ഡൗൺഫോൾ വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. 1,300 ലോസ് മാത്രമാണുള്ളത്. നമ്മുടെ ഒരു പൊസിഷൻ കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. 155, ഓൾമോസ്റ്റ് 155ലേക്ക് വന്നിട്ടുണ്ട്. ഡേ ലോ ലെവൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. യെസ്, 166 ആണ് ഡേ ഹൈ വന്നിട്ടുള്ളത് ഇതുവരെ. 23,300 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. ബട്ട് ഇത് സേഫ് ആയിട്ടുള്ള റിസ്ക് റിമെയിൻസ് ദ സെയിം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേ ലോയിലേക്കുള്ളൊരു ലോവർ ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് കാണാൻ പറ്റും. ബട്ട് അങ്ങനെ ഈസി ആയിട്ട് പ്രോഫിറ്റ്സിലേക്ക് വരില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മൾ ഏത് പൊസിഷൻ എടുത്താലും അതിലുണ്ടാവും. അത് നമ്മൾ ഗോ ത്രൂ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല പ്രോഫിറ്റ്സിലേക്ക് വരാൻ പറ്റൂ. നമ്മൾ ഓൾമോസ്റ്റ് 6K ലോസിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ റിക്കവർ ചെയ്തപ്പോൾ 1,500 നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു പൊസിഷൻ സേഫ് അല്ല, ബിക്കോസ് ഇതൊരു നേക്കഡ് പൊസിഷനാണ്. അപ്പോൾ ഈ ഒരു നേക്കഡ് പൊസിഷൻ പ്രോഫിറ്റ്സിൽ വന്ന് നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ പ്രോഫിറ്റ്സ് കിട്ടിയെന്ന് പറയാൻ പറ്റൂ. അത്രയും റിസ്ക് ഈ ഒരു പൊസിഷനിൽ എപ്പോഴും ഉണ്ട്. അറ്റ് എനി ഗിവൺ പോയിൻ്റ് ഓഫ് ടൈം നമുക്ക് റിസ്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം അത് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുന്നത് വരെ ആ ഒരു റിസ്ക് ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ലോവർ ലോ സ്പോട്ടിൽ വരണം എന്നാണ് നമുക്ക് ആവശ്യം. നമ്മുടെ വ്യൂ പോലെ തന്നെ അത് ഡേ ലോ ബ്രേക്ക് ചെയ്ത് ലോവർ ലോ വരുമോ നമുക്ക് നോക്കാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടൈം ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഡേ ഹൈ 166-170 ലെവലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ. ബട്ട് ഒരു ക്രിട്ടിക്കൽ പോയിൻ്റ് നമ്മൾ നിൽക്കുകയാണ്. $150, $148.
അഗെയിൻ ബാക്ക് ടു 3,500 4,000 റുപ്പീസ് ലോസിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു, 4,000 റുപ്പീസ് ലോസിൽ സ്ക്വയർ ഓഫ് ചെയ്തു. കാരണം അത് ഡേലോ ലെവൽ ഇതൊരു ഹയർ ലോ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം റെസിസ്റ്റൻസിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു ലെവൽ മേ ബി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെൻറ്റം കോൾ സൈഡ് നമുക്ക് ഒരു പക്ഷേ വരുന്നത് കാണേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ റിസ്ക് വളരെ കൂടുതലാക്കും. അപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ 4K ലോസ് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ ലോസ് ബുക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ മാർക്കറ്റ് ഓൾറെഡി 260 പോയിൻറ്റ്സിൻ്റെ ഡൗണായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുമായിരിക്കും. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മളൊരു ചാൻസ് കൊടുത്തു. അപ്പോൾ ആ ഒരു ചാൻസ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീ എൻറ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. 4,000 ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കത് റിക്കവർ ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തായാലും വരും. പക്ഷേ ഇതിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഇതിന് കൂടുതൽ ലോസ് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ 4K ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നോക്കാം. നല്ലൊരു റിക്കവറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കോൾ ഓപ്ഷൻ എൻട്രി നോക്കാം. 24,100 ആണ് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 ലോട്ട് നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. കോൾ ഓപ്ഷൻ ഡേ ഹൈയിലേക്ക് വരാനുള്ളൊരു മൊമെൻറ്റം ഉണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി അപ്പ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കോൾ ഓപ്ഷനിൽ ഓൾറെഡി പുട്ട് ഓപ്ഷൻ നമ്മൾ ലോസ് ബെയർ ചെയ്ത് കഴിഞ്ഞു. കാരണം ഒരു റിക്കവറി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് കോൾ ഓപ്ഷനിൽ കൂടി നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 3 ലോട്ട് എടുത്തിട്ടുണ്ട്. ആവറേജ് പ്രൈസ് 116.93 117 ആണ് ആവറേജ് പ്രൈസ്. ഇപ്പോൾ കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത് നല്ലൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മാർക്കറ്റിൽ. കാരണം ആ ഒരു റിക്കവറി ഇന്നലത്തെയും ഉണ്ട്. ഇന്നത്തെ ഗ്യാപ്പ് ഡൗൺ ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡേ ഹൈ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ഈ ഒരു ട്രേഡ് റൈഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്കൊരു 50 പോയിൻറ്റ്സ് ആ ഒരു മൊമെൻറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ 140 നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തത് ഈ ഒരു പുട്ട് ഓപ്ഷൻ്റെ എൻട്രി. $141
ഇപ്പോൾ അത് 126 ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. 3 ലോട്ട്സാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതൊരു 500 ലോസിലാണ്, 500 റുപ്പീസ് ലോസിലാണ്. ഇപ്പോൾ ഓവറോൾ നമുക്കൊരു 4Kയുടെ ലോസ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് ഡേ ഹൈ ലെവലിൽ നിന്നും വീണ്ടും ഒരു സെൽ ഓഫാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്തു. അപ്പോൾ ഓവറോൾ ഇന്ന് ഒരു 7K ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോസോടുകൂടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം രാവിലെ മുതൽ തന്നെ നമ്മുടെ ഒരു ഋതം കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുട്ട് ഓപ്ഷനിൽ നമ്മൾ എൻട്രി എടുത്തതും നമുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ കോൾ ഓപ്ഷനിൽ എൻട്രി എടുക്കാൻ നമ്മൾ പെട്ടെന്നൊരു എൻട്രി എടുത്തു എങ്കിലും അത് ഡേ ഹൈ റീടെസ്റ്റ് ചെയ്ത് ഡൗൺഫോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരു 7K ലോസ് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് കമ്മിങ് ഡേയ്സിൽ നമുക്ക് റിക്കവർ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.